നമസ്കാരം വിദ്യാർത്ഥികളെ. ഈ ടോപ്പിക്കിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ഓക്സി അസറ്റിലൻ വെൽഡിംഗ് പ്രോസസ് ഉപയോഗിച്ച് 2 mm കട്ടിയുള്ള MS ഷീറ്റിൽ വെർട്ടിക്കൽ പൊസിഷനിൽ ഫില്ലർ റോഡ് വെച്ച് ഫ്യൂഷൻ റൺ എങ്ങനെ ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. ഈ എക്സസൈസിന് അവസാനം നിങ്ങൾക്ക് ഇനി പറയുന്നതിന് കഴിയും: 150 mm നീളവും 100 mm വീതിയും 2 mm കനം എന്നിവയുടെ വലിപ്പത്തിനനുസരിച്ച് MS ഷീറ്റ് തയ്യാറാക്കാൻ. വെൽഡ് പൊസിഷനറിൽ വെർട്ടിക്കൽ പൊസിഷനിൽ ജോബ് ഫിക്സ് ചെയ്യുക. അപ്വേർഡ് ഡയറക്ഷനിൽ വെർട്ടിക്കൽ പൊസിഷനിൽ ബീഡ് ഡെപ്പോസിറ്റ് ചെയ്യുക. എന്തെങ്കിലും സർഫസ് ഡിഫക്ട്സുകൾ അറിയാൻ ബീഡ് പരിശോധിക്കുക. ഇപ്പോൾ നമുക്ക് 2 mm കനമുള്ള MS ഷീറ്റിൽ വെർട്ടിക്കൽ പൊസിഷനിൽ ഫില്ലർ റോഡ് ഉപയോഗിച്ച് ഫ്യൂഷൻ റണ്ണിന്റെയും OAW ഫാബ്രിക്കേഷന് ആവശ്യമായ ഉപകരണങ്ങളെ കുറിച്ച് നോക്കാം. സ്റ്റീൽ റൂളർ, സെന്റർ പഞ്ച്, ബോൾ പീൻ ഹാമർ, ഫ്ലാറ്റ് ഫയൽ, ബെഞ്ച് വൈസ്, ട്രൈ സ്ക്വയർ, ചിപ്പിംഗ് ഹാമർ, സ്റ്റീൽ വയർ ബ്രഷ്, സുരക്ഷാ വസ്ത്രങ്ങൾ, കയ്യുറകൾ, PP കിറ്റ്. നോസിൽ നമ്പർ 5, ടോങ്സ്, CCMS ഫില്ലർ റോഡ് 1.6 mm, OAW സെറ്റപ്പ്, സിലിണ്ടർ കീ, ടിപ്പ് ക്ലീനർ, സ്പാർക്ക് ലൈറ്റർ, ഗ്യാസ് വെൽഡിംഗ് ഗോഗിൾസ്. OAW ടെക്നിക് ഉപയോഗിച്ച് ഒരു 2 mm കനമുള്ള MS ഷീറ്റിൽ വെർട്ടിക്കൽ പൊസിഷനിൽ ഒരു ഫില്ലർ റോഡ് ഉപയോഗിച്ച് ഒരു ഫ്യൂഷൻ റൺ ചെയ്യുന്നതിനുള്ള പ്രീ വെൽഡിംഗ് തയ്യാറെടുപ്പുകളെ കുറിച്ച് നമുക്ക് നോക്കാം. ആവശ്യമായ സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കുക. 150 mm നീളവും 100 mm വീതിയും 2 mm കനവും അനുസരിച്ച് MS ഷീറ്റ് മുറിക്കുക. MS ഷീറ്റ് മേശപ്പുറത്ത് വയ്ക്കുക. ഒരു റൂളർ ഉപയോഗിച്ച് സ്ട്രെയിറ്റ് ലൈനുകൾ വരയ്ക്കുക. സ്ട്രെയിറ്റ് ലൈനുകളുടെ മുകളിലൂടെ പഞ്ച് മാർക്ക് ചെയ്യുക. എണ്ണയും തുരുമ്പുമൊന്നുമില്ലാതെ ഷീറ്റിന്റെ സർഫസ് വൃത്തിയാക്കുക. ഒരു സ്റ്റീൽ വയർ ബ്രഷ് ഉപയോഗിച്ച് സർഫസ് വൃത്തിയാക്കുക. വെൽഡ് പൊസിഷനിൽ പഞ്ച് മാർക്ക് ചെയ്ത ഷീറ്റ് സൗകര്യപ്രദമായ ഉയരത്തിൽ വെർട്ടിക്കൽ പൊസിഷനിൽ ഫിക്സ് ചെയ്യുക.
നമ്പർ 5 സൈസിലുള്ള നോസിൽ തിരഞ്ഞെടുത്ത് അത് ബ്ലോ പൈപ്പിലേക്ക് ഫിക്സ് ചെയ്യുക. 1.6 mm ഡയ CCMS റോഡ് തിരഞ്ഞെടുക്കുക. ഓക്സിജൻ, അസറ്റിലിൻ ഗ്യാസുകൾക്ക് 0.15 kg/സ്ക്വയർ സെന്റിമീറ്റർ പ്രഷർ സെറ്റ് ചെയ്യുക. ബ്ലോ പൈപ്പ് കത്തിച്ച് ഒരു ന്യൂട്രൽ ജ്വാല സജ്ജമാക്കുക. വെൽഡിനെ ഒരു വെർട്ടിക്കൽ അപ്വേർഡ് പൊസിഷനിൽ ഡെപ്പോസിറ്റ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് OAW പ്രോസസ് ഉപയോഗിച്ച് 2 mm കനമുള്ള MS ഷീറ്റിൽ വെർട്ടിക്കൽ പൊസിഷനിൽ ഫില്ലർ റോഡ് ഉപയോഗിച്ച് ഫ്യൂഷൻ റൺ ഫാബ്രിക്കേറ്റ് ചെയ്യുന്നതിനുള്ള വെൽഡിംഗ് രീതികളെ കുറിച്ച് നോക്കാം. വെൽഡ് ബീഡ് പഞ്ച് ചെയ്ത ലൈനിന്റെ അടിയിൽ നിന്ന് മുകളിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ബ്ലോ പൈപ്പ് 75 ഡിഗ്രിയിലും ഫില്ലർ റോഡ് 30 മുതൽ 40 ഡിഗ്രിയിലും വെൽഡ് ലൈനിലേക്ക് പിടിക്കുക. ബ്ലോ അപ്പ് നോസിലും ഫില്ലർ റോഡും ഷീറ്റ് സർഫസുകളും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കണം. ബേസ് മെറ്റലിന്റെ ഉരുകൾ ഉറപ്പാക്കുക. ഫില്ലർ റോഡ് കഴിയുന്നത്ര പരമാവധി സൂക്ഷിക്കുക. ബ്ലോ പൈപ്പിനും ഫില്ലർ റോഡിനും ശരിയായ ആംഗിൾ മെയിൻറ്റെയിൻ ചെയ്യുക. സൈഡ് ടു സൈഡ് മൂവ്മെന്റ് ഇല്ലാതെ ബ്ലോ പൈപ്പും ഫില്ലർ റോഡും മൂവ് ചെയ്യുക. ഒരു അപ്വാർഡ് ഡയറക്ഷനിൽ ഒരു യൂണിഫോം സ്പീഡിൽ മാർക്ക് ചെയ്ത ലൈനിനൊപ്പം മൂവ് ചെയ്യുക. ബാക്ക് ഫയർ ഒഴിവാക്കാൻ മോൾട്ടൺ മെറ്റലുമായി ഫ്ലെയിമിന്റെ ഇന്നർ കോൺ സമ്പർക്കത്തിൽ വരാൻ അനുവദിക്കരുത്. ലൈനിന്റെ മുകളറ്റം വരെ വെൽഡ് ബീഡ് പൂർണ്ണമായും ഡെപ്പോസിറ്റ് ചെയ്ത് ക്രാറ്റർ നിറയ്ക്കുന്നത് ഉറപ്പാക്കുക. ബ്ലോ പൈപ്പും ഫില്ലർ റോഡും ശരിയായി കൈകാര്യം ചെയ്തുകൊണ്ട് അണ്ടർകട്ട് ഡിഫക്ട്സുകൾ ഒഴിവാക്കി എന്നുറപ്പാക്കണം.
ഏതെങ്കിലും സർഫസ് അല്ലെങ്കിൽ പുറമേയുള്ള ഡിഫക്ട്സുകൾ ഉണ്ടോ എന്നറിയാൻ ബീഡ് വൃത്തിയാക്കി നന്നായി നോക്കി പരിശോധിക്കുക. ഇപ്പോൾ നമുക്ക് OAW പ്രോസസ് ഉപയോഗിച്ച് 2 mm കനമുള്ള MS ഷീറ്റിൽ വെർട്ടിക്കൽ പൊസിഷനിൽ ഫില്ലർ റോഡ് ഉപയോഗിച്ച് ഒരു ഫ്യൂഷൻ റൺ ചെയ്യുമ്പോൾ പിൻപറ്റേണ്ട പോയിന്റുകൾ നോക്കാം. സംരക്ഷിത വസ്ത്രങ്ങൾ ധരിക്കുക. വെൽഡ് മെറ്റലിന്റെ ഡെപ്പോസിഷൻ മുകളിലേക്ക് പുരോഗമിക്കുമ്പോൾ ബ്ലോ പൈപ്പിന്റെയും ഹോസുകളുടെയും ഭാരം കാരണം നിങ്ങളുടെ കൈ താഴേക്ക് വലിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഡിഫക്ട്സുകൾ നോക്കാം. അണ്ടർകട്ട്. Poor bead profile. Excessive reinforcement. Uneven bead profile. ഈ വിഷയത്തിൽ നമ്മൾ ഇതുവരെ പഠിച്ചത് ഒന്നുകൂടെ നോക്കിയാലോ. 150 mm നീളം, 100 mm വീതി, 2 mm കനം എന്നിവയുടെ വലിപ്പത്തിനനുസരിച്ച് MS ഷീറ്റ് തയ്യാറാക്കുക. വെഡ് പൊസിഷനറിൽ വെർട്ടിക്കൽ പൊസിഷനിൽ ജോബ് ഫിക്സ് ചെയ്യുക. അപ്വേർഡ് ഡയറക്ഷനിൽ വെർട്ടിക്കൽ പൊസിഷനിൽ ബീഡ് ഡെപ്പോസിറ്റ് ചെയ്യുക. എന്തെങ്കിലും സർഫേസ് ഡിഫക്റ്റുകൾ അറിയാൻ ബീഡ് പരിശോധിക്കുക. നന്ദി വിദ്യാർത്ഥികളെ, നമുക്ക് അടുത്ത സെഷനിൽ കാണാം.